കബറടകളുടെ മുമ്പിൽ പോയിട്ടും എന്ത് ചോദിക്കുന്നതും ശരിയാണ്. അതിന് ഇസ്തിഗാസ എന്നാണ് പറയുന്നത്. ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് കൂടെ അറിയണ്ടേ? അതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുന്നില്ല, അലവി തന്നെ വിശദീകരിക്കുന്നുവെന്ന് കാണുക. നിങ്ങൾ അലവിയുടെ വിശദീകരണത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. സഹായതേട്ടം എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് നമുക്കറിയാം. അത് പുണ്യകർമ്മമാണ്, അനുവദനീയമാണ് എന്നാണ് ഇത് സംബന്ധമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞിട്ടുള്ളത്. അതേ മനസ്സിലായില്ലേ? സുന്നത്താണെന്ന് പറയണമെന്നൊരു പൂതിയുണ്ട്. സുന്നത്താണെങ്ങാനും ഒരു പ്രാവശ്യം അലവി ഇവിടെ വന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള സുന്നികൾ രക്ഷപ്പെട്ടു. അംഗീകരിച്ച 5 മൗലിദും കൂടെ തള്ളിത്തരാം. അത് സുന്നത്താണെന്ന് പറഞ്ഞാൽ. സുന്നത്താണെന്ന് പറയണമെന്ന് മൂപ്പർക്ക് വലിയ പൂതിയുണ്ട്. പക്ഷേ കഴിയില്ല. പുണ്യകർമ്മമാണ്, അനുവദനീയമാണ് എന്ന് പറഞ്ഞ് മുടന്തൻ ന്യായത്തിൽ ഉരുണ്ട് കളിക്കാനേ അലവിക്ക് കഴിയുള്ളൂ. എന്നാ ഇവരുടെ അതേ ആശയ ആദർശം വെച്ച് പുലർത്തുന്ന അവർ തമ്മില് AP വിഭാഗവും EK വിഭാഗവും തമ്മില് സംഘടനാപരമായ പിളർപ്പാണല്ലോ. ആദർശപരമായി അവർ തമ്മിൽ ഒന്നാണെന്നാണല്ലോ അവര് തന്നെ പറയുന്നത്. ആ ആദർശപരമായി ഒന്നായ ഒരു വിഭാഗം EK വിഭാഗം സുന്നികൾ ഇസ്തിഗാസയുടെ വിധി പറയുന്നത്. ആ ഇസ്തിഗാസ പുണ്യമാണെന്നാണ് അലവി സഖാവി പറഞ്ഞത്. പുണ്യം ആണോ അല്ലയോ എന്ന് EK വിഭാഗം സുന്നികളുടെ നേതാവ് അമ്പലക്കടവ് ഫൈസി പറയുന്നത് നിങ്ങളൊന്ന് കാണുക. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പൊ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല. ഇവിടെ അലവി സഖാഫി പറഞ്ഞത് പുണ്യം കിട്ടുമെന്നാ പറഞ്ഞത്, പുണ്യകരമാണെന്നാ പറഞ്ഞത്. ഇവിടെ അമ്പലക്കടവ് പൈസ പറയുന്നത് പുണ്യം കിട്ടൂല എന്നാ പറയുന്നത്. ഇവര് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇസ്തിഗാസയുടെ വിഷയത്തില് ഈ കൂട്ടര് കഴിഞ്ഞ 90 വർഷക്കാലമായി കേരളത്തിന്റെ മാമലകൾക്കിടയിലൂടെ പ്രചരണം നടത്തിയിട്ട് ഇപ്പോഴും ഈ കൂട്ടര് പുണ്യമാണോ പുണ്യമല്ലയോ എന്ന വിഷയത്തില് ഒരു ഏക തീരുമാനത്തിലെത്തിയിട്ടില്ല. പ്രിയപ്പെട്ട അലവി അമ്പലക്കടവ് പൈസയുമായിട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിരുന്ന് ഇത് പുണ്യമാണോ അല്ലയോ എന്ന് 2 കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് വന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ചോദ്യം ചെയ്തുകൂടെ? അതല്ലാതെ ഒരു വിഷയത്തിൽ ഒരേ ആശയാദർശത്തിൽ വെച്ച് പുലർത്തുന്ന ആളുകള് 2 അഭിപ്രായം പറയുമ്പോൾ ആ 2 അഭിപ്രായവും തമ്മില് നിങ്ങളൊന്ന് തുലനം ചെയ്ത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് കണ്ടു നോക്കിയേ. സഹായതേട്ടം എന്നാണ് ഇതിന്റെ മലയാളത്തിലുള്ള അർത്ഥം. സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് നമുക്കറിയാം. അത് പുണ്യകർമ്മമാണ്. പുണ്യാണെന്ന് കൂട്ടര് പുണ്യം കിട്ടില്ല എന്ന് പറഞ്ഞു.